ഞങ്ങളുടെ ഏതെങ്കിലും നേതാവ് ആരെങ്കിലും ഈ പത്മകുമാറിനെ ന്യായീകരിച്ചൊരു വാക്ക് നിങ്ങൾക്ക് കാണിക്കാവോ? കഴിഞ്ഞ തള്ളിയും പറഞ്ഞിട്ടില്ല. CPIഎമ്മിന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പത്മകുമാർ ഈ ചതി ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല എന്നൊരു വാക്കില്ല. ഞാൻ പറഞ്ഞോളൂ, ഈ ചോദ്യം പൂർത്തീകരിക്കുന്ന മറുപടി പൂർത്തീകരിക്കാത്ത എന്തിനാണ് ബ്ലോക്ക് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ നിഷാദോട് പറഞ്ഞു കോൺഗ്രസ് അത്തരം വാക്കുകൾ പറഞ്ഞിട്ടില്ലെന്ന്. അതാണ് ലജ്ജാകരം. കാരണം അറിയോ, ഞങ്ങളുടെ പാർട്ടി പിടിച്ചകത്ത് കിട്ടു, ഞങ്ങളുടെ പോലീസ് അത് ഹൈക്കോടതി നിയന്ത്രണത്തിലാണെങ്കിലും ഞങ്ങൾ ന്യായീകരിച്ചിട്ടില്ല. എന്നാൽ സ്വന്തം പാർട്ടിയിലെ യൂത്ത് ലോക കോൺഗ്രസിന്റെ സ്ഥാനം പുറത്തു കളയുകയും അതുപോലെ തന്നെ സംസ്ഥാന പാർലമെന്റ് കമ്മിറ്റിയിൽ നിന്ന് എടുത്തു കളയുകയും അയാളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ട് അയാൾക്ക് ന്യായീകരണം ഒഴുക്കുകയും അയാളെ വേദികളിൽ കൊണ്ടുപോവുകയും ചെയ്ത് അയാളെ ന്യായീകരിച്ചതിന്റെ ആ പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാ. അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ നിങ്ങൾ ചോദ്യത്തിനുള്ള സിമ്പിൾ മറുപടിയാ. അതാണ് ആ വ്യത്യാസം എന്ന് പറയുന്നത്. ഇപ്പോഴും അയക്ക് എവിടെയോ ഒളിച്ചിരിക്കാനായിട്ട് ബംഗറിൽ ഒളിച്ചിരിക്കാനായിട്ട് സമയം കൊടുക്കുന്നതും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാണെന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ കേരളം ചിരിച്ചുപോയി. എന്തിനാ ചോദിച്ചാൽ അദ്ദേഹത്തിന് കളിയാക്കിയല്ല, ആ സത്യം കേട്ട്. എന്താ പറഞ്ഞേ? അത് എവിടെയാണെന്നുള്ള ഒരു കോൺഗ്രസ്സുകാർക്ക് അറിയാമല്ലോ, അവിടെ ഒന്ന് കാണിച്ചെന്നാൽ മതി, പോലീസ് അവിടെ പോയി പിടിച്ചോളൂ എന്ന് പറഞ്ഞു. അതാണ് കേരളം ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളിപ്പോൾ പറഞ്ഞത് കോൺഗ്രസ് അങ്ങനെ പറഞ്ഞിട്ടില്ല, കോൺഗ്രസിനെ എന്താ പറയാ വല്ലാതെ അങ്ങോട്ട് ന്യായീകരിച്ചപ്പോൾ കോൺഗ്രസ് ആണ് അയാൾക്ക് സംരക്ഷണം ഒരുക്കുന്നത്. കേരളത്തിൽ ഈ അറപ്പോട് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് കേരളത്തിന് ചരിത്രത്തിൽ ഇന്നു വരെ കാണിക്കാത്ത തെമ്മാടത്തിനെ കാണിച്ച ഒരുത്തിന് സസ്പെൻഷനിൽ നിർത്തിയിട്ട് പോലും വേദികളിൽ പ്രത്യക്ഷപ്പെടാൻ അവസരം കൊടുത്ത നിങ്ങളെ കൊടുത്ത പാർട്ടിയുടെ പേര് ഈ മിനിഞ്ഞാന്ന് ഈ 9 ദിവസം വരെ അയക്ക് വേണ്ടി ന്യായീകരിക്കുകയും മിനിഞ്ഞാന്ന് വരെ KPCC പ്രസിഡന്റ് അയക്ക് വേണ്ടി ന്യായീകരിക്കുകയും ചെയ്ത ആ പാർട്ടിയുടെ പേര് കോൺഗ്രസ്. എന്നാൽ ഞങ്ങൾ നിങ്ങൾ എത്ര പേരെ അങ്ങനെ പുറത്താക്കിയിട്ടുണ്ടെന്നുള്ള ചോദ്യമൊക്കെ അവിടെ കിടക്കുകയാണല്ലോ. ഞാൻ ചോദിക്കുന്ന പത്മകുമാർ ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കട്ട കേസിന്റെ മുഖ്യ ആസൂത്രകനാണ്. സ്വർണം പോയി എന്നത് വസ്തുതയാണ്. ആ സ്വർണം സുരക്ഷിതമായി അവിടെ വെക്കാനും കൊണ്ടു നടക്കാനും പരിപാലിക്കാനുമാണ് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് പരിപാടി വേറെയാണെന്ന് കേരളത്തിന് ബോധ്യപ്പെട്ടതാണ്. അപ്പോൾ അതിന് ആസൂത്രകനുണ്ട്, അതിന് ഉന്നത സംരക്ഷണമുണ്ട്, അത് വ്യക്തമാണ്. അതിൽ പത്മകുമാർ നിഷ്കളങ്കനല്ല എന്ന് 2 തവണ കോടതിയിൽ വന്നപ്പോഴും കോടതിക്ക് മനസ്സിലായി, അകത്ത് കിടക്കുകയാണ്. നിങ്ങൾക്ക് പക്ഷേ ഇപ്പോഴും അയാളെ തള്ളിപ്പറയാൻ കഴിയുന്നില്ല, നടപടിയെടുക്കാൻ കഴിയുന്നില്ല എന്ന് വെച്ചാൽ വേറെ ഏതൊക്കെ പേരുകാർ ഭയപ്പെടുന്നു പത്മകുമാറിന്റെ നാവിനെ എന്ന ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. സിറജി ലൂക്കോസ്, അങ്ങനെയാണ് ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ. ഇപ്പൊ ഞാൻ പറയാൻ രണ്ടാമത്തെ ഘട്ടത്തിൽ പറയാൻ ആഗ്രഹിച്ച ഈ കൊള്ളയടിക്ക് നേതൃത്വം നൽകിയത് ദേവസ്വം ബോർഡിലെ പ്രസിഡന്റിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രസിഡന്റോ ആയിട്ടിരുന്നവർക്കോ അല്ലെങ്കിൽ അവരറിയാതെ കൊണ്ടോ ഈ തന്ത്രി എന്ന് പറയുന്ന ആളറിയാതെ കൊണ്ടോ തന്ത്രിക്ക് അറിയാതെ കൊണ്ട് അവിടെ ഒരു ഇല പോലും മാറ്റി വെക്കാൻ പറ്റത്തില്ല, ഒരു പൊടി പോലും. അതതിന്റെ നിയമാവലിയാണ്, അത് വായിച്ചു നോക്കി അറിയാം. അറിയാതെ നടക്കുകയെന്നുള്ളത് കേരളത്തിലെ സാമാന്യ ബുദ്ധിയുള്ള ഭക്തജനങ്ങൾക്ക് മുഴുവൻ ആളുകൾക്ക് അറിയാം. ഈ പറയുന്ന ഈ ക്ലാഡ് ചെയ്ത സ്വർണം, പരിപാവനമായ സ്വർണം ഒരു പങ്കജ് എന്ന് പറയുന്ന ആളുടെ ഉദാഹരണം പറഞ്ഞപ്പോൾ അതിന് സമാനമായ രീതിയിൽ വിദേശത്തേക്ക് കടത്തിയതായിട്ട് തൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ദയവായി രമേശ് ചെന്നിത്തലയോട് നിഷാദ് ഒരു ചോദ്യം ചോദിക്കണം ഈ ചർച്ചയിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭീകരമായ രീതിയിലുള്ള ആ കൊള്ളയും ആ അയ്യപ്പനോട് കാണിച്ച ആ അവഗണനവും ആ സൂചന ഇന്ന് കേരള പോലീസുകാരെ ഹൈക്കോടതിക്ക് കൊടുക്കൂ. അതോടുകൂടി ആ പ്രശ്നം തീരത്തില്ല. സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ ഞാൻ രമേശ് ചെന്നിത്തലയുടെ ചോദ്യങ്ങൾ എടുത്ത് കോടതി ചോദിക്കില്ല. ഞാൻ ചോദിക്കുന്നത് ജനറൽ പബ്ലിക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്തുകൊണ്ട് പത്മകുമാറിനെ നിങ്ങൾ മാറ്റി നിർത്താത്തതിന്റെ, കളങ്കിതരെ സംരക്ഷിക്കുന്നതിന്റെ കഥ പറഞ്ഞുകൊണ്ടേയിരുന്ന ഒരു പാർട്ടിയാണ്. പത്മകുമാർ 2 തവണയായി കോടതി ജാമ്യം നിഷേധിക്കപ്പെട്ട് 2 കേസിൽ റിമാൻഡിലാണ്. അയാൾ നിങ്ങൾക്ക് ഇപ്പോഴും തള്ളിക്കളയാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമായി അവശേഷിക്കുന്നതിന് പിന്നിൽ നിങ്ങളുടെ വലിയ ഭയപ്പാടുണ്ട്. നിങ്ങളുടെ വേറെ ആൾക്കാർ പത്മകുമാറിന്റെ നാവിലൂടെ പുറത്തു വരുമെന്ന ഭയങ്കരമായ പേടി നിങ്ങളെ ബാധിച്ചിരിക്കുകയാണ്. അല്ല, അതോ എന്താ പറയുക, ഞാനൊരു ഹാസ്യാത്മകമായിട്ടാണ് കേട്ടത്. കാരണം നിങ്ങൾ തന്നെ അതിന് മുമ്പ് പറഞ്ഞെന്താ, പത്മകുമാറിലേക്ക് ഒരിക്കലും അന്വേഷണം പോകത്തില്ല, അയാളെ പിടിച്ചിടില്ല. കാരണം പത്മകുമാറിനെ പിടിച്ചിട്ടാൽ കേരളത്തിലെ പല CPM സമുന്നത നേതാക്കളുടെയും പ്രത്യേകിച്ച് നിരപരാധിയെന്ന് വിശ്വസിക്കുന്ന കടകംപള്ളി സുരേന്ദ്രന്റെയും മുഖം ജനങ്ങളുടെ മുമ്പിൽ തെളിയത് ഈ പാർട്ടിക്ക് ഡാമേജ് ആണ് എന്ന് പറഞ്ഞു.